നിന്നാരാധിക്കാം, സങ്കീർത്തനങ്ങളോടെ ഘോഷിച്ചിടാം, വരുവിൻ യഹോവയ്ക്കു പാടാം. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇസ്രായേലും ഇറാനും പോർമുഖത്തേക്ക് നീങ്ങുന്നു എന്ന വാർത്ത ലോകസമാധാനം ഇല്ലാതാക്കിയിരിക്കുന്നു. ഒരു യുദ്ധമുണ്ടായാൽ അതിന് കൊടുക്കേണ്ട വില ഊഹിപ്പാൻ തന്നെ പ്രയാസമാണ്. സമാധാന ചർച്ചകളൊന്നും തന്നെ ഫലപ്രാപ്തിയിലെത്തുന്നില്ല. യുദ്ധവിളികൾ അവസാനിപ്പിച്ച് സമാധാനം നിലനിൽക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധത്തിലേക്ക് നയിക്കാമായിരുന്ന ഒരു വലിയ പ്രശ്നത്തെ പരിഹരിച്ച് സമാധാനം സ്ഥാപിച്ച ഒരു സംഭവം യോശുവയുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. വാഗ്ദത്ത നാട്ടിൽ 2.5 ഗോത്രങ്ങൾക്ക് യോർദാന് കിഴക്കും 9.5 ഗോത്രങ്ങൾക്ക് യോർദാന് പടിഞ്ഞാറുമായിട്ടാണ് അവകാശം നൽകിയിരുന്നത്. യഹോവയുടെ തിരുനിവാസവും യാഗപീഠവും സ്ഥാപിച്ചിരുന്നത് യോർദാൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു. യോശുവ 22:19. അതുകൊണ്ട് യോർദാൻ്റെ കിഴക്ക് ഭാഗത്ത് അവകാശം ലഭിച്ച ഗോത്രങ്ങൾ തങ്ങളുടെ ദേശത്ത് കാഴ്ചയിൽ വലുതായ ഒരു യാഗപീഠം പണിതു. 22:10. വേറൊരു യാഗപീഠം പണിത് യഹോവയോട് മത്സരിക്കുവാൻ അവർ തയ്യാറായിരിക്കുന്നു എന്ന് പടിഞ്ഞാറ് ഭാഗക്കാർ വിശ്വസിക്കുകയും കിഴക്ക് ദേശത്തോട് യുദ്ധം ചെയ്യുവാൻ ശീലോവിൽ ഒരുമിച്ച് കൂടുകയും ചെയ്തു. 22:12. സമാധാനം നഷ്ടപ്പെടാമായിരുന്ന ആ സാഹചര്യത്തിൽ അന്നത്തെ മഹാപുരോഹിതൻ്റെ നേതൃത്വത്തിൽ ചർച്ചയ്ക്കായി ഒരു സംഘത്തെ അയക്കുകയും യഹോവയോട് മത്സരിപ്പാനല്ല, പിന്നെയോ ഭാവി തലമുറയ്ക്ക് ഒരു സാക്ഷ്യമായിട്ടാണ് ഈ യാഗപീഠം പണിതിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൗത്യസംഘത്തെ മടക്കി അയക്കുകയും ചെയ്യുന്നു. അവിടെ ഉണ്ടായ സമാധാന ചർച്ചയിൽ കൂടി സംശയം ദൂരീകരിക്കപ്പെട്ടതിനാൽ യുദ്ധം ഒഴിവാകുകയും ചെയ്തു. യോശുവ 22:27 മുതൽ 29 വരെ. വിവിധ പ്രശ്നങ്ങൾ നിമിത്തം സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ വിശ്വാസികളായി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയാണ് സമാധാനപാലരാകുക എന്നത്. ഇവിടെ നമുക്ക് അനുകരിക്കാവുന്ന ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. 1. പ്രശ്നം വഷളാകുന്നതിന് മുൻപ് പ്രശ്നത്തിൻ്റെ കാരണം മനസ്സിലാക്കണം. ഇന്ന് സംഭവിക്കുന്ന മിക്ക സംഘർഷങ്ങൾക്കും കൊലപാതകങ്ങൾക്കും കാരണം ആലോചിക്കാതെയുള്ള എടുത്തുചാട്ടമാണ്. ഒരു പഴമൊഴി കേട്ടിട്ടുണ്ട്, കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുക്കുക. കാള ഒരിക്കലും പ്രസവിക്കില്ല എന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ കയറെടുക്കേണ്ടി വരില്ലായിരുന്നു. ഇന്നും ചിന്തിക്കാതെ മനസ്സിലാക്കാതെ പെട്ടെന്ന് പ്രതികരിക്കുന്നത് കൊണ്ടല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. തുറന്ന ചർച്ചയിൽ കൂടി ഏത് പ്രശ്നവും പരിഹരിക്കുവാൻ സാധിക്കും. കിഴക്ക് ദേശത്ത് വേറൊരു യാഗപീഠം പണിതിരിക്കുന്നുവെന്ന് കേട്ട ഉടൻ തന്നെ ഒന്നും ചിന്തിക്കാതെ പടിഞ്ഞാറ് ദേശക്കാർ യുദ്ധത്തിനായിട്ട് ഒരുമിച്ച് കൂടി. എന്നാൽ യുദ്ധത്തിന് മുൻപ് സത്യാവസ്ഥ എന്തെന്ന് മനസ്സിലാക്കുവാനുള്ളൊരു ശ്രമം അവിടെ ഉണ്ടായി. അതിനായി അവർ ഒരു ദൗത്യസംഘത്തെ അയച്ചു. തുടർന്ന് നടന്ന ചർച്ചയിൽ യാഗപീഠം പണിതത് യഹോവയോട് മത്സരിപ്പാനല്ല, പിന്നെയോ വരും തലമുറയ്ക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ വഴികൾ ഒരു സാക്ഷ്യമായി നിൽക്കേണ്ടതിനാണ് എന്ന് വന്നവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചതിൻ്റെ ഫലമായി ഉണ്ടാകാമായിരുന്ന ഒരു വലിയ യുദ്ധം ഒഴിവാക്കപ്പെടുകയും ചെയ്തു. ഇന്ന് ഭവനത്തിലും സഭയിലും സഭകൾ തമ്മിലും സമൂഹത്തിലുമൊക്കെ ഉണ്ടാകുന്ന എല്ലാ സംഘർഷങ്ങൾക്കും കാരണം പ്രശ്നമുണ്ടായതിൻ്റെ കാരണം കണ്ടെത്തുവാൻ ശ്രമിക്കാത്തതും തുറന്ന മനസ്സോടെ സംസാരിപ്പാൻ മനസ്സ് കാണിക്കാത്തതുമല്ലേ. പരസ്പരം ചർച്ചകൾക്ക് അവസരമൊരുക്കി പ്രശ്നങ്ങൾ പരിഹരിച്ച് മാതൃക കാണിക്കുവാൻ വിശ്വാസികൾക്ക് കഴിയണം. 2. പ്രശ്നപരിഹാരത്തിന് നഷ്ടം സഹിക്കണം. കിഴക്ക് അവകാശം ലഭിച്ചവർ അവിടെ യാഗപീഠം പണിതത് തങ്ങൾക്ക് ലഭിച്ച അവകാശഭൂമി അശുദ്ധമെന്ന് ചിന്തയിലാകുന്നു എന്ന് പടിഞ്ഞാറ് ദേശക്കാർ ചിന്തിച്ചു. 22:19. അതിന് അവരൊരു പരിഹാരമാർഗം കണ്ടെത്തി. തങ്ങൾക്ക് അവകാശമായി ലഭിച്ച ഭൂമിയിൽ കുറെ വിട്ടു നൽകിക്കൊണ്ട് കിഴക്ക് പാർക്കുന്ന ഗോത്രങ്ങളെ കൂടി പടിഞ്ഞാറ് ഭാഗത്തെ കൊണ്ടുവരിക എന്നതായിരുന്നു അവർ കണ്ടെത്തിയ പരിഹാരമാർഗം. തങ്ങളുടെ ഭൂമിയിൽ വിട്ടുകൊടുക്കുന്നത് തങ്ങൾക്ക് നഷ്ടമുണ്ടാകുമെങ്കിലും പ്രശ്നം പരിഹരിക്കപ്പെടുന്നതിന്
നഷ്ടം സഹിപ്പാൻ പടിഞ്ഞാറ് ഭാഗത്ത് താമസിക്കുന്നവർ തയ്യാറായി. നഷ്ടം സഹിപ്പാൻ തയ്യാറാകാതെ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല. നമുക്കുള്ള സ്ഥാനവും പദവിയും വിട്ടുകൊടുത്തും അതിൽ കൂടി ഉണ്ടാകാവുന്ന നഷ്ടം സഹിച്ചും മാതൃക കാണിപ്പാൻ വിശ്വാസികൾ തയ്യാറാകണം. 3. നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും വരും തലമുറയുടെ സാക്ഷ്യമായി തീരണം. ഈശോ 22, 26, 27 വാക്യങ്ങളിൽ വായിക്കുന്നത്, ഈ യാഗപീഠം ഹോമയാഗത്തിനല്ല, ഹനനയാഗത്തിനുമല്ല, പിന്നെയോ ഭാവി തലമുറയ്ക്ക് സാക്ഷ്യത്തിനായിട്ടാകുന്നു എന്ന് കിഴക്ക് ദേശക്കാർ പറഞ്ഞു. അതായത് തലമുറകളെ ദൈവിക ബന്ധത്തിൽ നിലനിർത്തുന്നതിനുള്ള സാക്ഷ്യപീഠം. സാക്ഷ്യപീഠത്തിന് അവർ നൽകിയ പേര് യഹോവ തന്നെ ദൈവം എന്നതിന് ഇത് നമ്മളുടെ മധ്യേ സാക്ഷി. 22:34. നാം സ്വീകരിക്കുന്ന ഓരോ വഴികളും തലമുറകളെ ദൈവത്തിനായി ഒരുക്കുന്നതിനു വേണ്ടിയുള്ള മാർഗം ആകുമ്പോൾ ആണ് സമാധാനം നിലനിൽക്കുന്നത്. കർത്താവേ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എടുക്കുന്ന തീരുമാനം വരും തലമുറയ്ക്ക് സാക്ഷ്യമായി തീരുന്നവയായി തീരുവാൻ എന്നെ സഹായിക്കണമേ. ആമേൻ. യഹോവ തന്നെ ദൈവം, സർവചരാചരങ്ങൾക്കുമുടയോ, തന്തിരുകരവിരുതല്ലോ, നാം അവനെ സ്തുതിച്ചിടുവിൻ. തന്തിരുകരവിരുതല്ലോ, നാം അവനെ സ്തുതിച്ചിടുവിൻ. വരുവിൻ, യഹോവയ്ക്കു പാടാം, രക്ഷയേകും പാറയെ വാഴ്ത്താം. സ്തുതി സ്തോത്രമോടും ആരാധിക്കാം, സങ്കീർത്തനങ്ങളോടെ ഘോഷിച്ചിടാം. വരുവിൻ, യഹോവയ്ക്കു പാടാം. യഹോവ തന്നെ ഇടയൻ, നമ്മെ അനുദിനം പാലിക്കും താതൻ. നന്മകളളവിനെ പകരും, തൻ സ്നേഹത്തെ പുകഴ്ത്തിടുവിൻ. നന്മകളളവിനെ പകരും, തൻ സ്നേഹത്തെ പുകഴ്ത്തിടുവിൻ. വരുവിൻ, യഹോവയ്ക്കു പാടാം, രക്ഷയേകും പാറയെ വാഴ്ത്താം. സ്തുതി സ്തോത്രമോടും ആരാധിക്കാം, സങ്കീർത്തനങ്ങളോടെ ഘോഷിച്ചിടാം.